ഹലോ, വെൽക്കം ടു കുക്ക് വിത്ത് ലാൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിഡിൽ ഫ്രൈസ്. ആ ഫ്രൈസ് സാധാരണ പൊട്ടറ്റോ വെച്ചിട്ടാണ് ഉണ്ടാക്കാറ്. ഇന്ന് നമ്മളത് എഗ് വെച്ചിട്ട് ഫ്രൈസ് ഉണ്ടാക്കും. നമുക്ക് നോക്കാം, സിമ്പിൾ ആണ്. ഒരു 10 മിനിറ്റ്സ് മതി നമുക്ക്. ഫസ്റ്റ് തന്നെ നമുക്കിത് അതിന് വേണ്ടിയിട്ട് ഒരു 5 എഗ് നമ്മൾ ബോയിൽ ചെയ്യാം ഫസ്റ്റ് തന്നെ. അപ്പൊ നമുക്ക് അതിന് വേണ്ട മസാല തന്നെ റെഡിയാക്കാം. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കും. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കോൺഫ്ലോർ എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കാം. നമ്മളെ ഫ്രൈ ചെയ്യാനുള്ള മസാല നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബോയിൽ ചെയ്ത് എഗ് എടുക്കാം. നമ്മള് 5 മുട്ട നമ്മളിത് തൊണ്ടറിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ മഞ്ഞക്കരി എടുത്തിട്ട് മാറ്റി വെച്ചിട്ട് കട്ട് ചെയ്ത് പീസാക്കണം. ഓക്കെ, നമുക്ക് ആ മുട്ടര മഞ്ഞക്കരി കളയണ്ടിട്ട് അത് നമ്മളെ മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. കുറച്ചും കൂടി തിക്നെസ് കിട്ടും. ഇതേപോലെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യാം. ഇത് നമ്മളെ എഗ് ഒക്കെ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മസാലയിലിടാം. നമ്മളത് എഗ് കട്ട് ചെയ്തത് നമ്മളിത് ജസ്റ്റ് മസാല ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് മസാലയിൽ നിന്ന് എടുത്തിട്ട് നേരെ ബ്രെഡ് ക്രംസിൽ മുക്കുക. നോക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാം. നമ്മൾ ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നോക്കിയിട്ട് ചെയ്യുക. നമ്മൾ ഈ കൂന്തളൊക്കെ ഫ്രൈ ചെയ്യണ പോലെ തന്നെയാണ്, പക്ഷെ സാധനം ടേസ്റ്റിയാണ്. ഇത് നമ്മളെ എഗ് ഫ്രൈസ് റെഡി ആയിട്ട് സംഭവം കുഴപ്പമില്ല. നല്ല ക്രിസ്പിയാണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ക്രിസ്പിയാണ്. ഇതിൻ്റെ ഒപ്പം കുറച്ചും കൂടി സോസും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി. ഇവിടെ സോസ് ഇല്ല തൽക്കാലം. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ സോസും കൂട്ടി തിന്നാം. ഓക്കെ, അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ്. സിമ്പിൾ പണിയാണ്. 5-10 മിനിറ്റ് മതി മാക്സിമം. അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും ബൈ. എല്ലാവരും ഉണ്ടാക്കി നോക്കാം.